തൊലി കളഞ്ഞ് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുള്ള കപ്പയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് നമുക്ക് വേവിക്കാനായിട്ട് വെക്കാം. ഈ സമയത്ത് 2 ചെറിയ ഉള്ളി, 2 വെളുത്തുള്ളി, 1 പച്ചമുളക് ചതച്ചെടുക്കാം. കപ്പ നന്നായി വെന്തതിന് ശേഷം വെള്ളം ഊറ്റിക്കളഞ്ഞ് മാറ്റി വെക്കാം. ഇനി വേറൊരു പാത്രത്തിലേക്ക് എണ്ണ ഒഴിച്ച് നന്നായി ചൂടായതിന് ശേഷം കടുക്, വറ്റൽമുളക്, കറിവേപ്പില ഇട്ടതിന് ശേഷം നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള വെളുത്തുള്ളി, കൊച്ചുള്ളി, പച്ചമുളക് ഇത്രയിട്ട് നല്ലോട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള കപ്പ കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം അതിലേക്ക് 1 കപ്പ് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. തേങ്ങ വെള്ളത്തോടു കൂടി അരച്ചെടുത്ത് പിഴിഞ്ഞെടുത്തതോ അല്ലെങ്കിൽ തേങ്ങാപ്പാൽ പൊടി വാങ്ങി ചൂടുവെള്ളത്തിൽ മിക്സ് ചെയ്തെടുത്തതോ ആകാം. തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഇത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. നല്ലതുപോലെ വെന്ത കപ്പയാണെങ്കിൽ നമുക്ക് ഉടച്ചെടുക്കാൻ എളുപ്പമാണ്. ഇനി അത് പെതുക്കെ നല്ലതായിട്ടൊന്ന് ഉടച്ചെടുക്കാം. ചാറൊക്കെ കുറുകി വരുമ്പോഴത്തേക്ക് നമുക്ക് ഓഫ് ചെയ്ത് നല്ല ബീഫ് കറിയുടെ കൂടെയും നല്ല മീൻ കറിയുടെ കൂടെയൊക്കെ സെർവ് ചെയ്യാം.